മാർക്കറ്റിൽ ഇന്ന് ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിസിനസ്സുകൾ എത്രത്തോളം ബൂമാകുന്നു അല്ലെങ്കിൽ ബിസിനസ്സുകളുടെ എണ്ണം എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് മാർക്കറ്റിൽ അവർക്ക് വേണ്ടുന്നതായ ഒരു ഇൻകം ലഭിക്കുന്നുണ്ടോ എന്ന് ഗ്രാഫിക് ഡിസൈനേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ലഭിക്കുന്നില്ല എന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും മികച്ച ഇൻകം നിങ്ങൾക്ക് തന്നെ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് പിടിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ ഒരു സ്കില്ലുണ്ട് എന്നത് 4 ആൾ അറിയണം. അപ്പോൾ ആദ്യഘട്ടത്തിൽ 4 ആൾ അറിയിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻറ്റുകൾ വരുന്ന സമയത്ത് സൗജന്യമായിട്ടാണെങ്കിൽ കൂടെ ചെയ്തു കൊടുക്കുക. അതിലൂടെ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് കൂടുതൽ വർക്കുകൾ നമുക്ക് വരുന്നു, നമ്മുടെ സ്കില്ലുകൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാരൂപവുമായി ബന്ധപ്പെട്ടൊക്കെ പോസ്റ്റേഴ്സുകൾ ഉണ്ടാക്കുക. അതും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധാരാളം റിക്വയർമെൻറ്റുകൾ വരുന്ന സമയത്ത് റിക്കറിംഗ് ആയിട്ട് റിക്വയർമെൻറ്റുകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് നേരെ നിങ്ങൾ പെയ്ഡ് സർവീസിലോട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വർക്ക് എടുത്ത് നിങ്ങൾ തുടങ്ങണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രീലാൻസിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം വെബ്സൈറ്റുകൾ ഇന്നുണ്ട്. അത്തരം വെബ്സൈറ്റുകൾ മുഖേനയും നിങ്ങൾക്ക് ഓർഡറുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു മിനിമം രീതിയിൽ തന്നെ വർക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു നിഷ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്തിനാണ് ഒരു നിഷ് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്? ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്ന സമയത്ത് അത് പല മേഖലകളിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക നിഷ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ഒരു മൈക്രോ നിഷ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത്രയധികം നോളജ് ആ മൈക്രോ നിഷുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കും. വെഡ്ഡിംഗ് ആകാം, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടാകാം, ലോഗോ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു നിഷ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ലോഗോ ഡിസൈനിങ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലെ പുതിയ മാർക്കറ്റ് ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ അറിയണം, ഫോണ്ടുകളെ കുറിച്ച് അറിയണം, അതിലെ കളറിങ്ങളെ കുറിച്ച് അറിയണം. ഇങ്ങനെ ധാരാളം ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റിൽ മികച്ച പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിഷ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മികച്ച കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കുക എന്നതാണ്. ആരാണ് നമ്മുടെ കസ്റ്റമർ? അവരിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ മികച്ച കോണ്ടാക്ട്സ്, നെറ്റ്വർക്കിംഗ് നമ്മളവിടെ ബിൽഡ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇവൻറ്റുകൾക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളെല്ലാം തന്നെ അംഗമാകാം. അത് ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാത്തര ഡിസൈൻ വർക്കുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അതുവഴി ധാരാളം റിക്വയർമെൻറ്റുകളും കോണ്ടാക്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് നെക്സ്റ്റ് വരുന്ന ഒരു അവസരമാണ്, അതായത് നിങ്ങൾക്ക് ധാരാളം കോണ്ടാക്റ്റുകൾ വർദ്ധിച്ചു വരുമ്പോൾ പല ആൾക്കാർ മുഖേന നിങ്ങൾക്ക് വർക്ക് റിക്വയർമെൻറ്റുകൾ റഫറലായിട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഇങ്ങനെ റഫറലായിട്ട് വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഡയറക്റ്റും റഫറലുമായിട്ട് നിങ്ങൾക്ക് വരും. നെറ്റ്വർക്ക് മുഖേന നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു. ഇനി അതല്ലാതെ ആ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റഫറലായിട്ടും നിങ്ങൾക്ക് വർക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത് അഫ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ ഒരു 10,000 രൂപയുടെ വർക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു പേഴ്സൻറ്റേജ് റഫറൽ ആരാണോ പാസ് ചെയ്തത് അവർക്ക് കൊടുക്കുന്നത് വഴി പിന്നീടും അവർ നിങ്ങൾക്ക് വർക്ക് തരാൻ സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 2 കൂട്ടർക്കും മെച്ചം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അഫ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് ധാരാളം വർക്കുകൾ കിട്ടാൻ അതിലൂടെ സാധ്യത അവിടെ ഏറുകയാണ് ചെയ്യുന്നത്.
അടുത്തതാണ്, ധാരാളം ബിസിനസ് കോൺടാക്റ്റുകളും നിങ്ങൾക്കുണ്ട്. കാരണം ബിസിനസ്സുകൾക്ക് റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കവിടെ ചെയ്യാൻ സാധിക്കുന്നത്, ബിസിനസ്സുകൾക്ക് ധാരാളം റിക്വയർമെന്റുകളുണ്ട്. അതായത് ഇന്ന് ബിസിനസ്സുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ബിസിനസ്സുകാരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് വരുന്നത്? റീൽസുകളാകാം, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സുകളാകാം, അല്ലെങ്കിൽ യൂട്യൂബിലേക്കുള്ള ലോങ് വീഡിയോകളായിരിക്കാം. ഇങ്ങനെയുള്ള റിക്വയർമെന്റുകൾ വരുന്ന സമയത്ത് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ വിഷ്വലൈസേഷൻ, ബിസിനസ്സുകൾക്ക് ധാരാളം ഡാറ്റകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റകളെ കൃത്യമായി വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും കൂടുതൽ ആർക്കാണ് ആവശ്യമെന്നത്? സ്റ്റാർട്ടപ്സുകൾക്കാണ് പലപ്പോഴും ആവശ്യമായി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ലിങ്ക്ഡിനിലും കൂടെ ആക്റ്റീവ് ആണെങ്കിൽ ഇതേപോലെ വർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതായത് അവർക്കാണ്, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്ക്ഡിനിലുള്ളത് കുറേയധികം സ്റ്റാർട്ടപ്സുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതേപോലെ പ്രൊഫഷണൽസ് ആണ്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ നിങ്ങളൊരു ബ്രാൻഡ് ആകേണ്ടി വരും. അടുത്തതാണ്, നിങ്ങളൊരു ബ്രാൻഡായി വളർന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളം കോണ്ടാക്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻബോക്സിൽ ധാരാളം സംശയങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ സംശയങ്ങൾ നിങ്ങൾക്ക് നിവാരണം ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ പല സാധ്യതകൾ ഇതിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. ധാരാളം ആൾക്കാർക്ക് ടെംപ്ലേറ്റുകളാണ് ആവശ്യമായി വരുന്നത്. അതായത് അവരുടെ പണി മാക്സിമം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റുകൾ ആവശ്യമായി വരും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. അതിന് ഷട്ടർ സ്റ്റോക്കിൽ ഇട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ടായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ തന്നെ കൊടുത്താൽ മതി. അതുവഴി വേണ്ടപ്പെടുന്ന ആൾക്കാർ അത് പർച്ചേസ് ചെയ്തുകൊള്ളും. അടുത്തതാണ് ഒരു കോഴ്സ് ഉണ്ടാക്കുക എന്നത്. അതായത് നിങ്ങൾ ലോഗോ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് വളരെയധികം നോളജ് നിങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോഗോ ഡിസൈനിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകും. അത്തരം ആൾക്കാർക്ക് വേണ്ടി ഒരു ബിഗിനർ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഉടമയിലോ മറ്റോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പാസീവായിട്ട് വരുമാനം ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ, ടെംപ്ലേറ്റ് സെല്ലിങ്ങും അതേപോലെ തന്നെ ഒരു കോഴ്സ് സെല്ലിംഗ് കൂടി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ വലിയൊരു ഇൻകം നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതയാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അടുത്തതാണ്, നിങ്ങൾ ചെയ്യുന്ന വർക്ക് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം സംശയങ്ങളുണ്ടായിരിക്കും. മാർക്കറ്റിൽ അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു പല രീതികളുമായി ബന്ധപ്പെട്ടും ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ ഇൻബോക്സിൽ വന്നു നിറയും. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് പെയ്ഡായിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ ഓരോ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ, അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഓരോ വർക്ക്ഷോപ്പുകളും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും മെത്തേഡുകളാണ് ഒരു ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.